ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ്സിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസാണ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ പ്രധാനമായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ സോളിഡ്സിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ മെറ്റൽസ് ആണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ടുള്ളത്. നമ്മളെപ്പോഴും കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ പറയുമ്പോൾ മെറ്റൽസിനെയാണ് പറയുക. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിനു മുമ്പ് നമുക്ക് ഇൻസുലേറ്റേഴ്സ് പറയാം. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തവർ. അപ്പോൾ നമ്മൾ അവരെ പറയുക ബാഡ് കണ്ടക്ടേഴ്സ് എന്നാണ് ഇൻസുലേറ്റേഴ്സിനെ. പ്ലാസ്റ്റിക്, വുഡ് അതൊക്കെ ഇൻസുലേറ്ററാണ്. അപ്പോൾ തീരെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തവരാണ് ഇൻസുലേറ്റേഴ്സ്. ഈ ഗുഡ് കണ്ടക്ടേഴ്സിനും ബാഡ് കണ്ടക്ടേഴ്സിനും ഇടയിൽ വരുന്നവരാണ് സെമി കണ്ടക്ടേഴ്സ്. അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെയും, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസാണ്, മെറ്റൽസിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിലായിരിക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് സോളിഡ്സിന് പറയുക. കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയും, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സിലിക്കൺ, ജെർമേനിയം, അതാണ് സാധാരണ നമ്മൾ പറയുന്ന രണ്ട് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമുക്ക് പ്ലസ് ടു ലെവലിൽ ഇതിൻ്റെ ഈ മൂന്ന് ക്ലാസിഫിക്കേഷനും, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക തിയറി പറയും. അതിനെയാണ് ബാൻഡ് തിയറി ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിക്കുക, ഈ സോളിഡ്സിൻ്റെ കണ്ടക്ടിവിറ്റി ബാൻഡ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ബാൻഡ് തിയറി ഓഫ് കണ്ടക്ടിവിറ്റി അത് സെമി കണ്ടക്ടേഴ്സിൻ്റെ ചോദിക്കാം, ചിലപ്പോൾ കണ്ടക്ടേഴ്സ് മെറ്റൽസിൻ്റെ ചോദിക്കാം, ചിലപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ ചോദിക്കാം. അപ്പോൾ ബാൻഡ് തിയറി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള തിയറിയാണ്. ഈ ബാൻഡ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ രണ്ട് ബാൻഡുകളെ പറ്റിയാണ് പറയുക. അതിൽ ഫസ്റ്റ് വൺ, ടീച്ചർ ഇതിപ്പോൾ തെറ്റിപ്പോയപ്പോൾ മാച്ചതാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എനർജി ബാൻഡ് കൺസിസ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺ, ഒരു എലമെൻറ്റിൻ്റെ വാലൻസ് ഇലക്ട്രോൺ ഉള്ള ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഈ വാലൻസ് ബാൻഡ് നമ്മളിത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് വെച്ചാൽ എനർജി ബാൻഡ് കൺസിസ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അതായത് ഈ ആറ്റോമിക് ഓർബിറ്റൽസ് തന്നെയാണ്. ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവും. മോളിക്കുലർ ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്ന ഈ ഓർബിറ്റൽസ് ഒക്കെ വളരെ അടുത്തടുത്ത് വരും. അപ്പം നമുക്കത് ഒരു ബാൻഡ് പോലെയാണ് നമുക്കത് കാണപ്പെടുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെൻസിലൊക്കെ വാലൻസ് ഇലക്ട്രോൺ ഉള്ള ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഇനി ഈ ബാലൻസ് ബാൻഡിൻ്റെയൊക്കെ മുകളിൽ ഓർബിറ്റൽസ് അൺഓക്യുപ്പൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത്. അങ്ങനെ എം ടി ആയിട്ടുള്ള ബാൻഡിനെ, അപ്പോൾ വാലൻസ് ബാൻഡിൻ്റെ മുകളിലാണ് അത് വരിക, ഈ എം ടി ആയിട്ടുള്ള ബാൻഡ്. ആറ്റോമിക് ഓർബിറ്റൽസൊക്കെ അല്ലെ മോളിക്കുലർ ഓർബിറ്റൽസൊക്കെ എം ടി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എം ടി ആയിട്ടുള്ള ഒരു ബാൻഡ് പോലെ തോന്നും. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ബാൻഡിനെ നമ്മൾ പറയുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന്. ഹയർ എനർജി അൺഒക്യുപ്പൈഡ് ബാൻഡ്. അപ്പോൾ വാലൻസ് ബാൻഡിൻ്റെ മുകളിലാണ്, അതുകൊണ്ട് എനർജി ഒന്നുകൂടി കൂടുതലായിരിക്കും. ഹയർ എനർജി അൺഒക്യുപ്പൈഡ് ബാൻഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്ത ബാൻഡ്, അതാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ രണ്ട് ബാൻഡുകൾ, ഇപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് നോക്കിയാൽ നമ്മൾ റെക്റ്റാങ്കിൾ ഒന്നും ഇല്ലാണ്ടാണ്, ഷെയ്ഡിങ് ഒന്നും ഇല്ലാണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ബാൻഡ് തിയറി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം പറയേണ്ടത് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ബാൻഡ്, എനർജി ബാൻഡ് കൺസിസ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അത് വാലൻസ് ബാൻഡ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഒക്കെ കൂടി ചേർന്നിട്ട് എം ടി ആയിട്ട് കിടക്കുന്ന ബാൻഡ്, ഹയർ എനർജി അൺഒക്യുപ്പൈഡ് ബാൻഡ്, അതാണ് കണ്ടക്ഷൻ ബാൻഡ്. ബാലൻസ് ബാൻഡിനെ നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് കാണിക്കും. കണ്ടക്ഷൻ ബാൻഡിനെ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. ഇനി ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ അതൊരു ദൂരമായിട്ടാണ് കാണിക്കുക. ആ എനർജി ഡിഫറൻസിന് ഒരു പ്രത്യേക പേര് പറയും, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുക. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് കോൾഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഈ എനർജി ഗ്യാപ്പിൻ്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ്, ബാഡ് കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്, ബാൻഡ് തിയറി അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാൻഡ് തിയറി അനുസരിച്ച് മെറ്റൽസിൻ്റെ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് പറയാൻ നോക്കാം.
മെറ്റൽസിൽ ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് വാലൻസ് ബാൻഡ്, എം ടി ആയിട്ടുള്ളത് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഈ രണ്ട് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വരുമ്പോഴാണ് അത് നല്ലൊരു ഗുഡ് കണ്ടക്ടറായിട്ട് തീരണത്. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണിന് ഈസി ആയിട്ട് എവിടേക്ക് ചാടാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ പറയുക? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല, രണ്ട് ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. കണ്ട, ഓവർലാപ്ഡ് ബാൻഡ്സ്. സോ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ഗോ ഇൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വരണം. കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്, അതിൽ ഇലക്ട്രോൺസ് വരുമ്പോഴാണ് അതൊരു ഗുഡ് കണ്ടക്ടർ ആവുക സബ്സ്റ്റൻസ്. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കണ കാരണം ഇലക്ട്രോൺ ക്യാൻ ഈസിലി ജമ്പ് ഇൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിറയെ ഇലക്ട്രോൺസ് വരും. അതുകൊണ്ട് therefore മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ഇനി നമുക്ക് അടുത്ത സബ്സ്റ്റൻസ് നോക്കാം, ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഇത് നോക്കിയേ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ല ദൂരമുണ്ട്. കണ്ട, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് ലാർജ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്രയും കൂടി ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കാം. ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പോൾ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കണ്ട, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലാർജ്. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ദെർഫോർ ഇലക്ട്രോൺസ് കനോട്ട് ജംപ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ഈസിലി. സോ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ട, മറ്റൊടുത്ത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ രണ്ടും തമ്മിൽ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി മൂന്നാമത്തത് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ പറഞ്ഞു മെറ്റൽസിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും, അതായത് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയ്ക്ക് കണ്ടക്ടിവിറ്റി വരുന്നവരെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ബാൻഡുകളുടെ പ്രത്യേകത? ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇവർ തമ്മിലുള്ള ദൂരം ഓവർലാപ്പ് ചെയ്തിട്ടില്ല മെറ്റൽസിൻ്റെ പോലെ, പക്ഷെ ദൂരം കുറച്ച് കുറവാണ്. ഇൻസുലേറ്റേഴ്സിൻ്റെ അത്രയില്ല. കണ്ട, സ്മോൾ എനർജി ഗ്യാപ്പാണ്. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മെറ്റൽസിൻ്റെ അത്ര കണ്ടക്ടിവിറ്റി വരില്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനേക്കാളും കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. ദ ഫോർബിഡൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് സ്മോൾ. സം ഇലക്ട്രോൺസ് മേ ജംപ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. ദെർഫോർ സെമി കണ്ടക്ടേഴ്സ് ഷോ സം കണ്ടക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറച്ചും കൂടി കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ഇനി ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ ഹീറ്റ് ചെയ്യാൻ ശരിക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഹീറ്റ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് കൂടുതൽ എനർജി കിട്ടുമ്പോൾ ചാടാൻ കൂടുതൽ ശക്തി കിട്ടും. അപ്പോൾ മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ജംപ്ഡ് ഇൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യണത്? കൂടുതൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് വരുമ്പോഴാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തണം ഹീറ്റ് എനർജി കിട്ടുമ്പോൾ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. കണ്ട, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടേഴ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ മൂന്ന് സോളിഡ്സിൻ്റെയും ക്ലാസിഫിക്കേഷൻ, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇത് മൂന്നും ബാൻഡ് തിയറി വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബാൻഡ് തിയറിയുടെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പിൻ്റെ ഡിഫറൻസ് അനുസരിച്ചാണ് കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചേഴ്സ് കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് ബാൻഡ് തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഫിസിക്സിൽ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും. നമുക്ക് കെമിസ്ട്രിയിൽ അത്രയധികം ചോദിക്കാറില്ല, എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം. സെമി കണ്ടക്ടേഴ്സിനെ രണ്ട് തരത്തിൽ പറയും നമ്മൾ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതാണ് പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയും. അപ്പോൾ അവർ പ്യുവർ ആയിട്ടുള്ള സിലിക്കണും ജെർമേനിയും ആണ്, അതിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും.
ഇനി ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഒരു മെത്തേഡ് പറഞ്ഞു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ നമുക്ക് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ വേറെ എലമെൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് ഇമ്പ്യൂറാണ്, കാരണം അതിൽ സിലിക്കൺ എടുക്കുക. അപ്പോൾ സിലിക്കൺ മാത്രമല്ല ഉണ്ടാവുക, നമ്മൾ ആഡ് ചെയ്ത് ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. ഡോപ്പിംഗ് എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക, വേറെ എലമെൻറ്റ്സ്, വേറെ ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ആഡ് ചെയ്യണതിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, ഇമ്പ്യൂർ ആയിട്ടുള്ളത്. അത് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഡോപ്പ് ചെയ്യണ ഇമ്പ്യൂരിറ്റി അനുസരിച്ച് 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യണ ഇമ്പ്യൂരിറ്റി ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയും. അതായത് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആയ ബോറോൺ, അലുമിനിയം അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുക സിലിക്കണിലേക്കും ജർമ്മേനിയത്തിലേക്കും. സിലിക്കണും ജർമ്മേനിയവും ഗ്രൂപ്പ് 14 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് 3 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. സിലിക്കണും ജർമ്മേനിയത്തിനും 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവർ ബോൺസ് ഫോം ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് വരും. ആ ഇലക്ട്രോൺ കുറവിനെ നമ്മൾ ഹോൾസ് എന്നാണ് പറയുക. ഈ ഹോൾസാണ് ഈ എന്താ പറയുക ഇലക്ട്രിസിറ്റി, ആ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഹോൾസിനെ നമ്മളൊരു പോസിറ്റീവ് ചാർജായിട്ട് കണക്കാക്കിയിട്ടാണ് ഇതിന് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കുറവുള്ള ഇമ്പ്യൂരിറ്റി, അതാണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെയാണ് പി ടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ കണ്ടക്ടിവിറ്റിക്ക് കാരണം ഹോൾസ് ആണ്. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് എൻ ടൈപ്പ്. അത് നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുക. അതായത് ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്, ഫോസ്ഫറസ്, ആർസനിക് അങ്ങനെയുള്ളതാണ് ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്. ആ എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ സിലിക്കണ്ടയിൽ 4 ഇലക്ട്രോണാണ്, പക്ഷേ ഫോസ്ഫറസിൻ്റെയും ആർസനിക്കിൻ്റെയും കയ്യിലൊക്കെ 5 ഇലക്ട്രോൺസ് വീതമുണ്ട്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ 1 ഇലക്ട്രോൺ എക്സ്ട്രാ വരും. അപ്പോൾ ആ ഇലക്ട്രോണാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇലക്ട്രോൺ കാരണം കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണ കാരണം ഇതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ പി ടൈപ്പിൽ ഹോൾസ് ആണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം, എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണം. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളതിനാണ് ഐ എൻ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, പി ടൈപ്പും എൻ ടൈപ്പും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് പ്യുവർ ആയിട്ടുള്ളത് ഇൻട്രിൻസിക്, സിലിക്കണും ജർമ്മേനിയും. അതിൽ ഡോപ്പിംഗ് നടത്തി കഴിയുമ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും, ഇംപ്യൂർ ആയിട്ടുള്ളത്. ഡോപ്പിംഗ് നടത്തുന്ന മെറ്റീരിയൽസ് അനുസരിച്ച്, എലമെൻറ്റ്സ് അനുസരിച്ച് പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട്. പി ടൈപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റീസ്, ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്, ബോറോൺ, അലുമിനിയൊക്കെ. അപ്പോൾ നമുക്ക് പി ടൈപ്പ് കിട്ടും. അവിടെ ഹോൾസ് ആണ് ഉണ്ടാവുന്നത്. എൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക, ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്, ഫോസ്ഫറസ്, ആർസനിക്, ബിസ്മത്ത് അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് ആണ് എക്സസ് വരണത്. അപ്പോൾ അതുകൊണ്ട് അതിനെ എൻ ടൈപ്പ് എന്ന് പറയും. ഇനി ഈ പി ടൈപ്പും എൻ ടൈപ്പും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പിക്ചേഴ്സ് ഉണ്ട്. നമുക്ക് കെമിസ്ട്രിയിൽ അങ്ങനെ പിക്ചേഴ്സ് ഒന്നും ചോദിക്കാറില്ല, എന്നാലും ടെക്സ്റ്റിലുള്ള കാരണം ടീച്ചർ അത് കാണിക്കണമെന്നേ ഉള്ളൂ. കണ്ട, ഇത് സിലിക്കണിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. അത് ബോണ്ട്, സിലിക്കൺ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് നിൽക്കുന്നത് സെമി കണ്ടക്ടറുകളിൽ. അപ്പോൾ നോക്കി 4 വാലൻസ് ഇലക്ട്രോൺ, അപ്പോൾ അപ്പുറത്തെ സിലിക്കണായിട്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ 8 എണ്ണമായിട്ട് 4 വീതം ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് കേട്ടോ, ഗ്രൂപ്പ് 15 എലമെൻറ്റ് ആഡ് ചെയ്യണത്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫോസ്ഫറസ്, ഇവിടെ ഒരു ഫോസ്ഫറസ്. അപ്പോൾ ഇവരുടെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4 എണ്ണം കണ്ട് ഇങ്ങനെ സിലിക്കണായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഒരെണ്ണം ദേ എക്സ്ട്രാ വന്നത് ദേ ഇവിടെ നടക്കണം ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ. ഇവിടെയും ദേ ഒരു ഫോസ്ഫറസ് ഡോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഇലക്ട്രോൺസ് കഴിഞ്ഞിട്ട് ദേ ഒരെണ്ണം ഇവിടെ എക്സ്ട്രാ നടക്കണം. അപ്പോൾ ആ ഇലക്ട്രോണാണ് ഈ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. കണ്ട, ഫോസ്ഫറസ് യൂസ്ഡ് 4 ഇലക്ട്രോൺസ് ഫോർ ദ ബോണ്ട് ഫോർമേഷൻ വിത്ത് സിലിക്കൺ ആൻഡ് 5th ഇലക്ട്രോൺ ബിക്കംസ് ഫ്രീ. ഹിയർ ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണാണ് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നു. ഇനി നമ്മുടെ അടുത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. ഇവിടെ നോക്കിയേ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റി. ഇത് സിലിക്കൺ 4 ഇലക്ട്രോൺസ് വീതം അങ്ങനെ സൈഡിലുള്ള ആറ്റംസ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ബോറോൺ ആണ് ആഡ് ചെയ്യണത്, ഗ്രൂപ്പ് 13 എലമെൻറ്റ്. ബോറോൺ, അലുമിനിയം ഒക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ബോറോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ബോറോണിൻ്റെ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ബോറോൺ ഇങ്ങനെ ക്രിസ്റ്റലിൽ കയറി വരുമ്പോൾ ഇതും
ഇത് 3 ഇലക്ട്രോൺസ് തൊട്ടടുത്ത സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. പിന്നെ ഒരു ഇലക്ട്രോൺ ഇല്ല. കണ്ട, അപ്പോൾ അതാണ് റെഡ് കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഹോൾ എന്ന് പറയുന്നത്. ദേ ഇവിടെ ഒരു ബോറോൺ ആഡ് ചെയ്തപ്പോഴും ഒരു ഹോൾ വന്നു. അങ്ങനെ ഒരുപാട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഹോൾസ് ആണ് ഇവിടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. കണ്ട, ബോറോൺ യൂസ് 3 ഇലക്ട്രോൺസ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ദ 4th വാലൻസ് ഇലക്ട്രോൺ ഈസ് മിസ്സിംഗ്. അതിനെയാണ് നമ്മൾ ദിസ് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രോൺ വേക്കൻസി കോൾഡ് ഹോൾസ്. ഹിയർ ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഹോൾസ്. ഹോളിന് നമ്മളൊരു പോസിറ്റീവ് ചാർജ് പോലെ കണക്കാക്കിയിട്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചറൊന്നും നിങ്ങൾ വരയ്ക്കണമെന്നില്ല, പക്ഷേ നമുക്ക് അറിയണം പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് വരണേന്നുള്ളത്. അത് ഫിസിക്സിൽ നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കും. നമുക്ക് കെമിസ്ട്രിക്ക് ഈ ചെറിയൊരു രീതിയിൽ അറിഞ്ഞിരുന്നാൽ മതി. ക്ലാസിഫിക്കേഷൻ അറിയണം. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നിർബന്ധമായിട്ടും അറിയണം. ഓക്കെ.